എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കട്ട്ലേറ്റിന് വെല്ലും രുചിയിൽ നല്ലൊരു പൊട്ടിത്തെറി കട്ട്ലേറ്റ് ആണ്. ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ്. ചെമ്മീൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്കും കുറഞ്ഞളവിൽ ചെമ്മീൻ വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പൊട്ടിത്തെറി കട്ട്ലേറ്റ് ആണ്. ഈ ഒരു സ്വാദ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കണ്ണിന് കാണാൻ മനോഹരവും ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാനും തോന്നുന്ന ക്രിസ്പി പൊട്ടിത്തെറി കട്ട്ലേറ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചെമ്മീൻ പൊട്ടിത്തെറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെമ്മീനെ പാനിലേക്ക് മാറ്റാം. 200 ഗ്രാം ചെമ്മീനും പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു നുള്ളു ഗരം മസാല പൊടിയും ഒരു 12ഓളം വെളുത്തുള്ളിയും 8 ചെറിയ പച്ചമുളകും 1 ടീസ്പൂൺ നിറയെ തന്നെ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടെ ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെമ്മീനെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 8 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു പച്ചമുളകിന്റെ എണ്ണം കുറക്കാവുന്നതുമാണ്. മസാലകളെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലവണ്ണം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്തു വരാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മീനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി ചെമ്മീൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം വറ്റി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമ്മുടെ ചെമ്മീനിലുള്ള വെള്ളം മുഴുവനും തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചെമ്മീൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടിച്ച ചെമ്മീനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെമ്മീൻ വേവിച്ചെടുത്ത അതേ പാൻ തന്നെയാണ് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാചകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് 3 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് പൊടിച്ചുകൂടെ വെക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചെടുത്തപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി ഇതിലേക്ക് ഒരു പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. സവാള നല്ലവണ്ണം വഴണ്ട് വന്നപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ കൂട്ടാണ് ചേർക്കേണ്ടത്. ചെമ്മീൻ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു മസാല റെഡിയാക്കുമ്പോൾ അധികം ഓയിൽ ഒഴിക്കാതെ വേണം നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട്. വഴറ്റിയെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഈ ഒരു ചെമ്മീൻ നല്ല പോലെ വഴണ്ട് ഒന്ന് പൊട്ടി വരുന്ന പാകത്തിലേക്കായി കിട്ടണം. അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലവണ്ണം മുരിഞ്ഞു പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മുരിഞ്ഞു പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇവ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മൊരിയിച്ചെടുത്തിട്ടുള്ള ചെമ്മീനിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ പുഴുങ്ങി പൊടിച്ചത് നല്ലവണ്ണം ചേർത്ത് കിട്ടണം. അതിനായിട്ട് ഇതുപോലെ തന്നെ കട്ടകളെല്ലാം ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ റസ്ക് പൊടി കൂടിയാണ് ചേർക്കേണ്ടത്. ഈ ഒരു പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇനി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് കൈ ഉപയോഗിച്ചാണ് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരത്തിന് നല്ല മയം കിട്ടുന്നതിനായിട്ട് ഒന്നുകൂടെ കൈകൊണ്ട് കട്ടകളെല്ലാം ഉടച്ചൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് റിസ്ക് പൊടിക്ക് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചത് ചേർത്തും കുഴച്ചെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് മാറ്റാവുന്നതാണ്. വളരെ ചെറിയ ബോളുകളാക്കിയാണ് നമുക്കിതിനെ മാറ്റിയെടുക്കേണ്ടത്. ആദ്യ ബോളൊന്ന് ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാണ് നമുക്കിതുപോലെ ബോളിനെ ഉരുട്ടിയെടുക്കേണ്ടത്. എല്ലാ ബോളും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ആയി കിട്ടേണ്ടതും. ഈ ബോളിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഇനി ഇതിനൊരു കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ലൂസിൽ തന്നെ നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബോളിനനുസരിച്ചിട്ടുള്ള റസ്ക് പൊടി കൂടെ ചേർക്കാം. ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഫ്രൈ ചെയ്ത സേമിയ കൂടെ ചേർക്കുന്നുണ്ട്. സേമിയ എടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാനായിട്ടും. അതിനുശേഷം ഇത് രണ്ടും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൂടെ വെക്കണം. ഇപ്പോൾ നമ്മുടെ കോട്ടിംഗ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരമായിട്ട് മുട്ടയും പതപ്പിച്ചതുപോലെ ലൂസാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇതിനെ ഒന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുള്ള ബോള് കോൺഫ്ലോറിൽ മുക്കിയതിന് ശേഷം നൈസായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. അധികം ഒന്നും ഉരുട്ടിയെടുക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിൽ നമ്മുടെ റസ്ക് പൊടിയും ഈ ഒരു സേമിയയൊക്കെ പെട്ടെന്ന് കുതിർന്നു പോകുന്നതാണ്. എണ്ണം ഉരുട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കാനും വേണ്ടി ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്കിത് പൊരിച്ചുകൂടി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിനെ ഇളക്കി കൊടുക്കാതെ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം ആയിരിക്കണം നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. അതേ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് മുരിച്ചുകൂടി എടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബോളെല്ലാം നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നിങ്ങൾക്ക് കാണാലോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തന്നെയാണ് നമുക്കിവിടെ മുരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ചെമ്മീൻ ബോളെല്ലാം തന്നെയും നമ്മളിവിടെ മുറിച്ച് കോരിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ എല്ലാ ബോളും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മുരിച്ചു കൂടി എടുക്കാം. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ചെമ്മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും